ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. അപ്പോൾ നമ്മൾ സെക്കൻഡ് ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. സെക്കൻഡ് ചാപ്റ്ററിൽ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു വാട്ട് ആർ animal tissues. Animal tissue, 3 types of animal tissues we discussed, which are they: epithelial tissue, nervous tissue and muscular tissue. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു നെർവസ് ടിഷ്യൂ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂ നെർവസ് ടിഷ്യൂ ആണ്. എല്ലാ കൺട്രോൾസ് ആൻഡ് കോർഡിനേഷൻ, ബോഡിയുടെ എല്ലാ കൺട്രോൾസ് ആൻഡ് കോർഡിനേഷനെ ഹെൽപ്പ് ചെയ്യുന്നത് നെർവസ് ടിഷ്യൂ ആണ്. മസ്കുലാർ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അതായത് കോൺട്രാക്ഷൻ ചെയ്യാനും റീഗെയിൻ ചെയ്യാനും കഴിവുള്ള ഒരു ടിഷ്യൂ ആണ് മസ്കുലാർ ടിഷ്യൂ എന്ന് പഠിച്ചു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണക്റ്റീവ് ടിഷ്യൂസും അതുപോലെ തന്നെ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ കണക്റ്റീവ് ടിഷ്യൂസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ കണക്റ്റീവ് ടിഷ്യൂ നമ്മുടെ ബോഡിയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ടിഷ്യൂ ആണ് കണക്റ്റീവ് ടിഷ്യൂ. ആ പേര് കേൾക്കുന്നത് പോലെ തന്നെ കണക്റ്റീവ് ടിഷ്യൂ മീൻസ് കണക്ട് ചെയ്യുക. എയ്തർ കണക്ട് ഓർ കണക്ട്സ് ഡിഫറെൻറ്റ് ടിഷ്യൂസ് ഓർ ആക്ട് സപ്പോർട്ട് ടു ദം. ഒന്നല്ലെങ്കിൽ ഇവരെന്ത് ചെയ്യും? സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ എല്ലാ ടിഷ്യൂസിനെയും തമ്മിൽ കണക്ട് ചെയ്യും. ആ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണ് ബോൺ, കാർട്ടിലേജ്, ഫൈബറസ് ടിഷ്യൂ, ബ്ലഡ് സെൽസ് എക്സെട്ര. അപ്പോൾ കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതർ കണക്ട് ഡിഫറെൻറ്റ് ടിഷ്യൂസ് ഓർ ആക്ട് സപ്പോർട്ട് ടു ദം, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, കണക്ട് ചെയ്യുക. അപ്പോൾ ഈ കണക്റ്റീവ് ടിഷ്യൂസിൽ പെട്ടവരാണ് ബോൺ, കാർട്ടിലേജ്, ഫൈബറസ് ടിഷ്യൂ, ബ്ലഡ് സെൽസ് എക്സെട്ര. Okay, bone and cartilage provide support and protection and definite shape to the body. ബോണിൻ്റെയും കാർട്ടിലേജിൻ്റെയും ജോലിയാണ് എന്ത്? സപ്പോർട്ട് കൊടുക്കുക, പ്രൊട്ടക്ഷൻ ആൻഡ് ഡെഫിനിറ്റ് ഷേപ്പ് ടു ദ ബോഡി. ഓരോ ബോഡിക്ക്, നമ്മുടെ ബോഡിക്ക് ഷേപ്പ് കൊടുക്കുന്നതും പ്രൊട്ടക്ഷൻ നടത്തുന്നതും സപ്പോർട്ട് കൊടുക്കുന്നതും എല്ലാം ബോണും ആൻഡ് കാർട്ടിലേജാണ്. ഓക്കെ, ദെൻ ഫൈബറസ് ടിഷ്യൂസ് എന്താ ചെയ്യുന്നത്? ഫൈബറസ് ടിഷ്യൂസ് കണക്ട് അതർ ടിഷ്യൂസ്. മറ്റുള്ള ടിഷ്യൂസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് ഫൈബറസ് ടിഷ്യൂസ് എന്ന് വിളിക്കാം. ബ്ലഡ് ക്യാരീസ് ഔട്ട് ദ കണ്ടക്ഷൻ ഓഫ് മെറ്റീരിയൽസ് ആൻഡ് മേക്സ് ദ ബോഡി റെസിസ്റ്റൻറ്റ് ടു ഡിസീസ്. നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ ബ്ലഡ് എന്താ ചെയ്യുന്നത്? ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ നമ്മുടെ ബോഡിയിൽ. ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെ ഓക്സിജനേറ്റഡ് ആക്കാനായിട്ട് അല്ലേ, ഗ്യാസസ് എക്സ്ചേഞ്ചിനും അതുപോലെ തന്നെ ന്യൂട്രിയൻസിന് സപ്ലൈ ചെയ്യുന്നതും എല്ലാം ആരാണ്? നമ്മളെ ബ്ലഡാണ്. ബ്ലഡ് ക്യാരീസ് ഔട്ട് ദ കണ്ടക്ഷൻ ഓഫ് മെറ്റീരിയൽസ് ആൻഡ് മേക്ക് ദ റെസിസ്റ്റൻറ്റ് ടു ഡിസീസ്. നമ്മുടെ ബോഡിയിലെ റെസിസ്റ്റൻറ്റ് ടു ഡിസീസ് എന്ന് വെച്ചാൽ എന്താണ്? രോഗങ്ങളെ പ്രിവെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി നിലനിർത്തുക എന്നുള്ളതാണ്. നമ്മുടെ ബോഡിയിൽ ഇമ്മ്യൂണിറ്റി പവർ തരിക എന്നുള്ളതാണ് ബ്ലഡിൻ്റെ ജോലി. അപ്പോൾ അതെല്ലാമാണ് കണക്റ്റീവ് ടിഷ്യൂസ്. മനസ്സിലായല്ലോ? കണക്റ്റീവ് ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ ബോഡിയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ടിഷ്യൂസാണ്. ഇവരൊന്നല്ലേ കണക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇവർ സപ്പോർട്ട് കൊടുക്കുന്നു. ബോൺ, കാർട്ടിലേജ്, ഫൈബറസ് ടിഷ്യൂ, ബ്ലഡ്, ഇതെല്ലാം ഈ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരാണ്. ബോണിൻ്റെയും കാർട്ടിലേജിൻ്റെയും ജോലിയാണ് പ്രൊവൈഡ് സപ്പോർട്ട്, പ്രൊട്ടക്ഷൻ ആൻഡ് ഡെഫിനിറ്റ് ഷേപ്പ് ടു ദ ബോഡി. ബോഡിക്ക് സപ്പോർട്ട് കൊടുക്കുക, പ്രൊട്ടക്ഷൻ കൊടുക്കുക, ഡെഫിനിറ്റ് ഷേപ്പ് കൊടുക്കുക. ഫൈബറസ് ടിഷ്യൂസ് കണക്ട് അതർ ടിഷ്യൂസ്. മറ്റു ടിഷ്യൂസിനെ തമ്മിൽ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് ഫൈബറസ് ടിഷ്യൂസിൻ്റെ ഡ്യൂട്ടി. ബ്ലഡ് എന്താ ചെയ്യുന്നത്? ബ്ലഡ് ക്യാരീസ് ഔട്ട് ദ കണ്ടക്ഷൻ ഓഫ് മെറ്റീരിയൽസ്. നമ്മുടെ ബോഡിയിലുള്ള എല്ലാ മെറ്റീരിയൽസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടക്ട് ചെയ്യാൻ സഹായിക്കുന്നതും നമ്മുടെ ബോഡിയെ ഡിസീസ് ടു റെസിസ്റ്റൻസിൽ നിന്നും, ബോഡിയെ പല ഡിസീസിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുന്നത്, പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ആരാണ്? ബ്ലഡാണ്. ഓക്കെ, ഇനി നമുക്ക് എക്സ്റ്റെൻഡഡ് റീഡിങ്ങിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ മിസ് യെല്ലോ കളറിൽ മാർക്ക് ചെയ്ത പോയിന്റ് മാത്രം നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. കണക്റ്റീവ് ടിഷ്യൂസ് ബൈൻഡ് അതർ ടിഷ്യൂസ് ടുഗെദർ. അതായത് നമുക്കറിയാം കണക്റ്റീവ് ടിഷ്യൂസ് മറ്റുള്ള ടിഷ്യൂ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കണക്ട് ചെയ്യുന്നുണ്ട്. ടെൻഡൻസ് ദാറ്റ് കണക്ട് മസിൽ ടു ദ ബോൺസ്. നമ്മുടെ ബോഡിയിലുള്ള മസിൽസിനെയും ബോൺസിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ആൾക്കാരാണ് ടെൻഡൻസ്. സ്പെല്ലിങ് കറക്റ്റായിട്ട് നോക്കുക. TENDONS ടെൻഡൻസ് ആണ്, TONS. ഓക്കെ, അപ്പം ടെൻഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് അവരുടെ ഡ്യൂട്ടി? ടെൻഡൻസ് ദാറ്റ് കണക്ട് മസിൽസ് ടു ദ ബോൺസ്. നമ്മുടെ ബോഡിയിലുള്ള മസിൽസിനെയും ബോൺസിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് ടെൻഡൻസ് എന്ന് വിളിക്കാം. ഇനി അടുത്തതാണ് ലിഗമെൻറ്റ്സ് ദാറ്റ് കണക്ട് ബോൺസ് ടുഗെദർ ആൻഡ് ഫൈബറസ് ടിഷ്യൂസ് ദാറ്റ് ഹോൾഡ്. ലിഗമെൻറ്റ്സ് എന്താണ്? ലിഗമെൻറ്റ്സ് ദാറ്റ് കണക്ട് ബോൺസ്. ലിഗമെൻറ്റ്സ് ബോൺസിനെ കണക്ട് ചെയ്യുന്നു. ടുഗെദർ ആൻഡ് ഫൈബറസ് ടിഷ്യൂസ് ദാറ്റ് ഹോൾഡ്. ഫൈബറസ് ടിഷ്യൂസ് ഹോൾഡ് ചെയ്യുന്ന എല്ലാ ബോൺസിനെയും ലിഗമെൻറ്റ്സ് ആണ് എന്ത് ചെയ്യുന്നത്? കണക്ട് ചെയ്യുന്നത്. ലിഗമെൻറ്റ്സ് ദാറ്റ് കണക്ട് ബോൺസ് ടുഗെദർ ആൻഡ് ഫൈബറസ് ടിഷ്യൂസ്
ദാറ്റ് ഹോൾഡ്. അപ്പോൾ എക്സ്റ്റെൻഡഡ് റീഡിങ്ങിലുള്ള ഇമ്പോർട്ടൻ്റ് ആയ പോയിൻറ്റ്സ് ആണ് മിസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ യെല്ലോ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് നിങ്ങൾ നോക്കേണ്ടത്. ഓക്കെ, അതിൽ ഒരു പോയിൻറ്റും കൂടിയുണ്ട്. ബ്ലഡ് ക്യാരീസ് ഔട്ട് വേരിയസ് ഫങ്ഷൻസ് ലൈക്ക് ട്രാൻസ്പോർട്ട് റെസ്പിറേറ്ററി ഗ്യാസസ് ആൻഡ് ന്യൂട്രിയൻസ് പ്രൊവൈഡിങ് ഇമ്മ്യൂണിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ബ്ലഡ് ക്യാരീസ് ഔട്ട് വേരിയസ് ഫങ്ഷൻസ്. ബ്ലഡ് ഒരുപാട് ജോലി ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? ട്രാൻസ്പോർട്ട് റെസ്പിറേറ്ററി ഗ്യാസസ് അല്ലേ, ഡിയോക്സിജനേറ്റഡ് ബ്ലഡിനെ ഹേർട്ടിൽ കൊണ്ടുപോയിട്ട് ഓക്സിജനേറ്റഡ് ബ്ലഡ് ആക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ റെസ്പിറേഷൻ നടത്തുമ്പോൾ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡുള്ള ഗ്യാസ് നമ്മൾ ഇൻഹെയിൽ ചെയ്തിട്ട് എക്സെയിൽ ചെയ്യുന്ന ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് റെസ്പിറേഷൻ നടത്തുന്നില്ലേ, അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ ബ്ലഡ് സെൽസ് ആണ്. അതേപോലെ നമുക്ക് എന്ത് ചെയ്യുന്നു? നമ്മുടെ ബോഡിക്ക് ആവശ്യമായ ന്യൂട്രിയൻസിനെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും ഇമ്മ്യൂണിറ്റിയെ ഹെൽപ്പ് ചെയ്യുന്നതെല്ലാം നമ്മുടെ ബ്ലഡാണ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അനിമൽ ടിഷ്യൂസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അനിമൽ ടിഷ്യൂസിൽ ഏതൊക്കെ നമ്മൾ പറഞ്ഞു? എപ്പിത്തീലിയൽ ടിഷ്യൂ, നെർവസ് ടിഷ്യൂ, മസ്കുലർ ടിഷ്യൂ. ലാസ്റ്റ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണക്റ്റീവ് ടിഷ്യൂസാണ്. കണക്റ്റീവ് ടിഷ്യൂസ് ആ പേര് പോലെ തന്നെ കണക്ഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. അതിൽ പെട്ടതാണ് ബോൺസ്, കാർട്ടിലേജ്, അതേപോലെ ബ്ലഡ് എക്സെട്ര. ഓരോന്നിൻ്റെ ഡ്യൂട്ടി നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ ആ ബോക്സിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. നമ്മൾ എന്താണ്? ടിഷ്യൂസിനെയും ബോൺസിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് ടെൻഡൻസ് എന്ന് വിളിക്കാം. ഓക്കെ, പിന്നെ ബ്ലഡിൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ? ട്രാൻസ്പോർട്ടേഷൻ, റെസ്പിറേറ്ററി ഗ്യാസസിനെ ട്രാൻസ്പിറേഷൻ ചെയ്യുന്നു, ഇമ്മ്യൂണിറ്റിയെ ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ നമുക്ക് ആവശ്യമായ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നുള്ള ന്യൂട്രിയൻസിനെയൊക്കെ നമ്മുടെ ബോഡിയുടെ എല്ലാ പാർട്സിലേക്കും എത്തിക്കുന്നതും ഇമ്മ്യൂണിറ്റിയെ ഹെൽപ്പ് ചെയ്യുന്നതും ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നതെല്ലാം നമ്മുടെ ബ്ലഡാണ്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേറൊരു ടോപ്പിക്കാണ്. അതായത് നിങ്ങൾ പിക്ചറിലേക്ക് നോക്കുക അല്ലേ, അതിൽ എന്താ കാണുന്നത്? ഒരു ബാമ്പു കാണുന്നുണ്ട്. മുളവർഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ പുല്ലുവർഗത്തിൽപ്പെട്ട ഏറ്റവും ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് എന്ത്? നമ്മുടെ ബാമ്പു. അപ്പോൾ നമ്മളിനി പഠിക്കാൻ പോകുന്നത് പ്ലാന്റ് ടിഷ്യൂസിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ ഈ പിക്ചറിലേക്ക് നോക്കിക്കേ, അതിലേത് പ്ലാന്റാണ് കാണുന്നത്? ബാമ്പു ആണ് അല്ലേ. അതായത് എന്താ പറയുക, ഗ്രാസ് വർഗത്തിൽപ്പെട്ട ഏറ്റവും ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്ലാന്റാണ് നമ്മുടെ ബാമ്പു. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, പെട്ടെന്നാണ് അത് ഗ്രോ ചെയ്യുന്നത്. നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ പരിസരത്ത് ഉണ്ടെങ്കിൽ ഒന്ന് വാച്ച് ചെയ്താൽ മനസ്സിലാവും. പെട്ടെന്ന് വളരുന്ന പുല്ലുവർഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റാണ് ബാമ്പു എന്ന് പറഞ്ഞത്, മുളയെന്ന് പറയും. ഓക്കെ, അപ്പോൾ അതിൻ്റെ അടുത്ത് പോയിട്ടൊരു കുട്ടി ചോദിക്കുകയാണ്, ഹൗ ഫാസ്റ്റ് ഡസ് ദിസ് ട്രീ ഗ്രോ? എത്ര പെട്ടെന്നാണ് നീ വളരുന്നേ? വൈ കാണ്ട് ഐ ഗ്രോ ലൈക്ക് ദിസ്? എന്താ ഞാൻ ഇതുപോലെ വളരാത്തത് അല്ലേ? ഈ പ്ലാന്റ് എത്ര പെട്ടെന്നാണ് ഗ്രോ ചെയ്യുന്ന ബാമ്പു, പക്ഷെ ഞാൻ എന്താ അങ്ങനെ വളരാത്തത്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തായിരിക്കും കാരണം? ഗ്രോത്ത് ഇൻ പ്ലാന്റ്സ് ഈസ് മെയിൻലി സെൻറ്റേർഡ് അറ്റ് ദ ടിപ്പ് ഓഫ് സ്റ്റെം ആൻഡ് റൂട്ട്. ഈ പ്ലാന്റ്സിൻ്റെ ഒന്നല്ലെങ്കിൽ സ്റ്റെം ആയിരിക്കും അല്ലെങ്കിൽ റൂട്ടായിരിക്കും ഗ്രോ ചെയ്യുന്നത്. എന്തായിരിക്കും? പ്ലാന്റ്സിൻ്റെ സ്റ്റെമ്മ്, അതിൻ്റെ ടിപ്പ് അല്ലെങ്കിൽ റൂട്ടിൻ്റെ ടിപ്പായിരിക്കും ഗ്രോ ചെയ്യുന്നത്. പക്ഷേ മനുഷ്യന്മാരുടെ, അനിമൽസിൻ്റെ കേസിൽ എങ്ങനെയാണ്? ഏതെങ്കിലും ഒരു പ്രത്യേകമായ ഭാഗം മാത്രമാണോ വളരുന്നത്? അല്ല, മുഴുവനായിട്ടാണ് നമ്മൾ മെച്യൂർ ആവുന്നത്. അതേസമയം ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ മനുഷ്യൻ എന്ത് ചെയ്തു? വളർച്ച കഴിഞ്ഞു, പിന്നെ വലുതാവുമോ? ഒരു 20 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വലുതാവുക എന്ന് വെച്ചാൽ എന്താ പറയുക, നമ്മൾ തിന്നണതനുസരിച്ച് നമ്മുടെ ഫാറ്റ് ബോഡിയിൽ അടിഞ്ഞുകൂടി നമ്മൾ പൊണ്ണത്തടിയന്മാരും പൊണ്ണത്തടിച്ചുകളൊക്കെ ആയി മാറും അല്ലേ. പക്ഷേ പ്ലാന്റ് ആണെങ്കിലോ എൻറ്റയർ ലൈഫ് അല്ലേ, അവരുടെ ലൈഫ് തുടങ്ങി എത്ര കാലം നമ്മൾ ആ മരത്തെ വെട്ടാതെ നിൽക്കുന്നു അത്രയും കാലം ആ മാവ് അല്ലെങ്കിൽ ഏതൊരു പ്ലാന്റ് ആണെങ്കിലും ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും. മനുഷ്യനാണെങ്കിൽ ഒരു അൾട്ടിമേറ്റ് ഒരു ഏജ് ആകുമ്പോൾ അവരുടെ വളർച്ച നിൽക്കും. പിന്നെ വളരുന്നത് എന്തായിരിക്കും? ഫാറ്റായിരിക്കും, വയറ് ചാടുക, സൈഡിലെ ബെല്ലി ഫാറ്റ്, അങ്ങനെ ഫാറ്റായിരിക്കും. തിന്നണ അനുസരിച്ച് ഫാറ്റാണ് അടിഞ്ഞുകൂടുക. പക്ഷേ പ്ലാന്റ് അങ്ങനെയല്ല. പ്ലാന്റ് അവരുടെ ലൈഫ് ലോങ് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. എപ്പോഴാണോ നമ്മൾ അതിന് ഡിസ്ട്രക്ഷൻ നടത്തുന്നത് അപ്പോഴേ അത് നശിക്കുകയുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ പ്ലാന്റിൻ്റെ സ്റ്റെമ്മ് അല്ലെങ്കിൽ റൂട്ടിൻ്റെ ടിപ്പൊക്കെയാണ് ഗ്രോ ചെയ്യുന്നത്. ഓക്കെ, ബട്ട് ആനിമൽസ് ഈസ് നോട്ട് കൺഫേം ടു എനി സ്പെസിഫിക് ഏരിയ അല്ലേ. നമ്മൾ പറഞ്ഞു അനിമൽസിനൊരു പ്രത്യേക ഏരിയ മാത്രമല്ല വളരുന്നത്, പ്ലാന്റ്സിനെ പോലെ തന്നെ.
മൊത്തമായിട്ടുള്ള ഒരു ഗ്രോ ആണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് എന്താണ്. മെരിസ്റ്റമാറ്റിക് cells are specific cells seen at the tip of the stem and the root in plants. അതായത് ഈ മെരിസ്റ്റമാറ്റിക് സെൽസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതിന് ടിപ്പ് ഓഫ് ദ സ്റ്റെമ്മിൻ്റെ ടിപ്പിലും അതേപോലെ പ്ലാന്റ്സിൻ്റെ റൂട്ടിലുമാണ് ഈ മെരിസ്റ്റമാറ്റിക് സെൽസ് അല്ലെങ്കിൽ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് കാണുന്നത്. അപ്പോൾ ഈ മെരിസ്റ്റമാറ്റിക് സെൽസ് ആണ് എന്ത് ചെയ്യുന്നത്, പ്ലാന്റ്സിനെ ഗ്രോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ. മെരിസ്റ്റമാറ്റിക് സെൽസ് ആർ സ്പെസിഫിക് സെൽസ് സീൻ അറ്റ് ദ ടിപ്പ് ഓഫ് ദ സ്റ്റെമ്മിൻ്റെ ടിപ്പിലും അതുപോലെ റൂട്ടിലുമാണ് കാണുന്നത്. ഇതാണ് പ്ലാന്റ്സിനെ ഗ്രോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ദേ അണ്ടർഗോ റാപ്പിഡ് ഡിവിഷൻ ആൻഡ് ദിസ് റിസൾട്ട് ഇൻ ദ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ്. അപ്പോൾ ഈ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിന് അല്ലെങ്കിൽ മെരിസ്റ്റമാറ്റിക് സെൽസിന് റാപ്പിഡ് ആയിട്ടുള്ള ഡിവിഷൻ നടക്കും. ഓക്കെ, അതെങ്ങനെ നമ്മൾ നേരത്തെ എന്താ പറയുക സെൽ ഡിഫറൻസിയേഷനൊക്കെ പഠിച്ചില്ലേ നമ്മുടെ കാര്യത്തിൽ, അതുപോലെ ഇതിൻ്റെ സെൽസ് എന്ത് ചെയ്യുന്നുണ്ട്, ഡിവിഷൻ നടക്കും. അങ്ങനെ റാപ്പിഡായിട്ടുള്ള ഡിവിഷൻ നടന്നിട്ടാണ് ആ പ്ലാന്റ് ഗ്രോ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. മനുഷ്യന്മാരെ പോലെ അല്ല പ്ലാന്റ്സ്. മനുഷ്യൻ്റെ ഒരു അനിമൽസിൻ്റെ എന്താണ് ഒരു പ്രത്യേകമായ ഏരിയ മാത്രമല്ല വളരുന്നത്, ഒരു കൈ മാത്രം വലുതായിക്കൊണ്ടിരിക്കുകയാണോ, അല്ല. നമുക്ക് ഒരുമിച്ചുള്ളൊരു വളർച്ചയാണ് ഉണ്ടാകുന്നത്. ഒരു അൾട്ടിമേറ്റ് ഏജ് എത്തുമ്പോൾ ആ വളർച്ച നിൽക്കും. പ്ലാന്റ്സ് ആണെങ്കിൽ അങ്ങനെയല്ല. പ്ലാന്റ്സ് എൻ്റയർ ലൈഫിൽ ഇങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അവരെ ഗ്രോ ചെയ്യുന്നത് സ്റ്റെമ്മിൻ്റെ ടിപ്പും അതുപോലെ റൂട്ട്സുമാണ്. ഓക്കെ, അപ്പോൾ ഈ ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ആണ്. ഈ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് കാണുന്നത് സ്റ്റെമ്മിൻ്റെ ടിപ്പിലും റൂട്ട്സിലുമാണ്. അതുകൊണ്ടാണ് ആ പ്ലാന്റ് ഗ്രോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഈ മെരിസ്റ്റമാറ്റിക് സെൽസിന് കണ്ടിന്യൂസ് ആയിട്ടുള്ള റാപ്പിഡ് ഡിവിഷൻ നടക്കുമ്പോഴാണ് ആ പ്ലാന്റ് ഗ്രോ ചെയ്യുന്നത്. അപ്പോൾ ക്ലിയർ ആയല്ലോ എന്താണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് എന്ന്. മറന്നു പോവോ? സിമ്പിളായിട്ട് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇനി നിങ്ങൾ ഈ ഫിഗറിലേക്ക് നോക്കുക. അതിലൊരു മെരിസ്റ്റമാറ്റിക് സെല്ലിൻ്റെ ഫിഗറും കാണാം, ഒരു മെച്ചർ സെല്ലിൻ്റെ ഫിഗറും കാണാം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദം? ഇവ തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് നിങ്ങൾ കാണുന്നുണ്ടോ? അതായത് മെരിസ്റ്റമാറ്റിക് സെൽസിലാണെങ്കിൽ മോർ സൈറ്റോപ്ലാസം അല്ലേ, ഒരുപാട് സൈറ്റോപ്ലാസം നമുക്ക് കാണാൻ പറ്റും. മെച്ചർ സെല്ലിലാണെങ്കിൽ കുറച്ച് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതേപോലെ മെരിസ്റ്റമാറ്റിക് സെല്ലാണെങ്കിൽ തിൻ പ്രൈമറി വാളാണ്. അതിൻ്റെ ഭിത്തി വാൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം, വളരെ തിന്നായിട്ടുള്ളൊരു വാളാണ് കാണുന്നത്. അതേസമയം മെച്ചർ സെല്ലാണെങ്കിലോ സെക്കൻഡറി വാൾ, അതായത് നല്ല തിക്കായിട്ടുള്ള ഡബിൾ ലെയർ പോലെയൊക്കെ നമ്മൾ കാണുന്നുണ്ട് അല്ലേ. നിങ്ങൾക്കത് ഫിഗറിൽ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. മെരിസ്റ്റമാറ്റിക് സെൽസിൻ്റെ സെല്ലെന്ന് പറയുന്നത് വളരെ തിന്നാണ്. മെച്ചർ സെല്ലിൻ്റെത് ഡബിൾ ലെയർ, വളരെ സെക്കൻഡറി ആയിട്ടുള്ള നല്ലൊരു തിന്നായിട്ട് കട്ടിയുള്ള നമ്മൾ കാണുന്നുണ്ട്, വാൾ കാണുന്നുണ്ട്. പിന്നെ മെരിസ്റ്റമാറ്റിക് സെൽസിൽ ആ ഫിഗറിൽ തന്നെ എഴുതിയിട്ടുണ്ട് ലാർജ് ന്യൂക്ലിയസ് അല്ലേ. മെരിസ്റ്റമാറ്റിക് സെൽസിൻ്റെ ന്യൂക്ലിയസ് വളരെ വലുതാണ് കമ്പയറിങ് ഓഫ് ദ മെച്ചർ സെൽ. മെച്ചർ സെല്ലിനെ വെച്ച് നോക്കുമ്പോൾ മെരിസ്റ്റമാറ്റിക് സെൽസ് ലാർജ് ന്യൂക്ലിയസ് ആണ്, മെച്ചർ സെല്ലിൻ്റെ ആണെങ്കിലോ സ്മോൾ ന്യൂക്ലിയസ് ആണ്. അപ്പം നിങ്ങളൊരു ബോക്സ് അവിടെ കൊടുത്തിട്ടുണ്ട്, ആ ബോക്സ് ഫില്ല് ചെയ്യണം. വലിയ പാടൊന്നുമില്ലല്ലോ ബോക്സ് ഫില്ല് ചെയ്യാൻ, സിമ്പിളല്ലേ. ഓക്കെ, അപ്പോൾ അത് ഫില്ല് ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിളാണ്. ആ ഫിഗറിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എഴുതാനാണ്, കാണാതെ പഠിച്ചിട്ട് എഴുതേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, പിന്നെ നിങ്ങൾ നോക്കുക സ്ട്രക്ചർ ഓഫ് എ പ്ലാന്റ് സ്റ്റെം. അപ്പോൾ ഈ പ്ലാന്റ് സ്റ്റെം നിങ്ങൾ ഇനി +1 +2 സയൻസ് ഗ്രൂപ്പൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ പ്ലാന്റിൻ്റെ റൂട്ട് ഒരിക്കൽ നിങ്ങൾക്കാണോ കാണിച്ചതെന്ന് അറിയില്ല, വാഴയുടെ റൂട്ട് അല്ലെങ്കിൽ ചേമ്പിൻ്റെ റൂട്ടൊക്കെ എടുത്തിട്ട് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണുന്ന പോലത്തെ ഒരു ഫിഗർ കാണാൻ പറ്റും. അതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സ്റ്റെമ്മാണ്. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ സ്റ്റെമ്മിൽ എന്തൊക്കെ സെൽസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. കോളൻ കൈമ, പാരൻ കൈമ, ആ പേര് നോക്കുക, ഫിഗർ നോക്കുക. സ്ക്ലീറൻ കൈമ, നല്ല പേരല്ലേ. ഇനി നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ എന്താ പറയുക സണ്ണും ഡോക്ടറൊക്കെ ഉണ്ടാകുമ്പോൾ പേരൊക്കെ കണ്ടുപിടിച്ച് വെച്ചോളുക. ഈ ബയോളജിയിൽ നിന്ന് ഒരുപാട് നല്ല ഭംഗിയുള്ള പേരുകൾ നിങ്ങൾക്ക് കിട്ടും. കോളൻ കൈമ, മോനെ കോളൻ കൈമ എന്നൊക്കെ വിളിക്കാം. ഓക്കെ, പാരൻ കൈമ, സ്ക്ലീറൻ കൈമ, ഫ്ലോയം, റെഡ് കളറിൽ കാണുന്ന സൈലം. ഓക്കെ, അപ്പോൾ നിങ്ങളിത് ചെയ്യുന്നത് നമ്മൾ സ്റ്റെയിൻ ചെയ്തിട്ടാണ് മൈക്രോസ്കോപ്പിൽ വെച്ച് ചെയ്യുന്നതെന്നൊക്കെ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. അപ്പോൾ ഈ റെഡ് കളർ വരാൻ കാരണം സൈലത്തിൻ്റെ കളർ അതായതുകൊണ്ടല്ല, ഇതൊക്കെ കളർലെസ് ആണ്. നമുക്കത് ഓരോന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ആ സ്റ്റെയിൻ മുക്കുന്നത് കൊണ്ടാണ്.
ഞാൻ ഫസ്റ്റ് ക്ലാസ് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ കാണിച്ചു തന്നില്ല ആയിരുന്നോ സെക്ഷനൊക്കെ എടുക്കുന്നത് എങ്ങനെയാണെന്നും കളറിൽ മുക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ കാണിച്ചു തന്നില്ലേ? അങ്ങനെയൊക്കെ ചെയ്തിട്ട് മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കിയാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഫിഗർ കാണാൻ പറ്റും. അപ്പോൾ പ്ലാന്റിൻ്റെ സ്റ്റെമ്മ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കാണാം. കോളൻ കൈമ, ആ സെൽസുകൾ നോക്കുക, അതിൽ കോളൻ കൈമ, പാരൻ കൈമ, സ്ക്ലീറൻ കൈമ അല്ല, എല്ലാം ഒരു കൈമയിൽ വരുന്നതാണ്. പിന്നെയുള്ള ആളാണ് ഫ്ലോയം സൈലം. അപ്പം 3 കൈമകളുണ്ട്. എന്തൊക്കെയാണ്? കോളൻ കൈമ, പാരൻ കൈമ, സ്ക്ലീറൻ കൈമ. ഓക്കെ, ദെൻ ഫ്ലോയം ആൻഡ് സൈലം. അതിൽ ആ മുത്തുമണികൾ പോലെ ഇങ്ങനെ കാണുന്ന റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നതാണ് സൈലം. അവിടെ ആ കളർ വരാനുള്ള കാരണം പ്ലാന്റിൻ്റെ കളർ അതായതുകൊണ്ടല്ല, നിങ്ങൾ ഉപയോഗിക്കുന്ന സ്റ്റെയിൻ റെഡ് കളർ ആയതുകൊണ്ടാണ്. ബ്ലൂ കളറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ ബ്ലൂ കളറായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ മൈക്രോസ്കോപ്പിൽ നോക്കിയാൽ ഇത്ര നല്ല ഭംഗിയിൽ നമുക്ക് കാണാൻ പറ്റും, ഇതുപോലെ തന്നെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്നും കൂടി നിങ്ങൾ ഇപ്പം തന്നെ മിസ്സിൻ്റെ കൂടെ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുക. നമ്മൾ അനിമൽ ടിഷ്യൂസിലാണ് തുടങ്ങിയത് അല്ലേ? എത്ര അനിമൽ ടിഷ്യൂസ് നമ്മൾ ഡിസ്കസ് ചെയ്തു? എപ്പിത്തീലിയൽ ടിഷ്യൂ, നെർവസ് ടിഷ്യൂ, മസ്കുലാർ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ബാംബു അല്ലേ? എന്താണ് ബാംബുവിൻ്റെ സ്പെഷ്യാലിറ്റി? ബാംബു അല്ല, ബാംബു. ബാംബുവിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്? ബാംബു ഗ്രാസ് വർഗ്ഗത്തിൽപ്പെട്ട പെട്ടെന്ന് വളരുന്ന, നിങ്ങളുടെ പരിസരത്തുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോക്കുക, കാണാൻ പറ്റും. പെട്ടെന്ന് വലുതാവും, കണ്ണടച്ച് തുറക്കും മുമ്പ് വലുതാവുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗ്രാസ് ആണ് ബാംബു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബാംബു പൂക്കണ കണ്ടിട്ടുണ്ടോ? ബാംബു പൂക്കുന്നൊക്കെയാണ് പറയുന്നത്. ബാംബുവിൻ്റെ പൂ മിസ് കണ്ടിട്ടില്ല. എനിവേ ബാംബു പൂക്കും, എപ്പോഴൊന്നും പൂക്കില്ല, എത്രയോ കാലം കഴിയുമ്പോഴാണ് പൂക്കണത്. നിങ്ങളറിയാവുന്നവരോടൊന്ന് അന്വേഷിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ ബാംബു പിന്നെ എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? അതായത് പ്ലാന്റ്സ് ആണെങ്കിൽ എപ്പോഴും അവരുടെ മരണം വരെ മരണം ഇല്ലല്ലോ, നമ്മളെപ്പോഴാണോ അതിനെ കളയുന്നത് അത്രയും നാൾ നിൽക്കും. അപ്പോൾ അതിങ്ങനെ വലുതായിക്കൊണ്ടിരിക്കും. മനുഷ്യന്മാരാണെങ്കിലോ ഒരു പരിധി കഴിഞ്ഞാൽ നമ്മുടെ വളർച്ചയൊക്കെ നിൽക്കും. പിന്നെ വളരുന്നത് നമ്മുടെ വയറും ബെല്ലി ഫാറ്റൊക്കെ ഇരിക്കും അല്ലേ? കാരണം എന്താ, നമ്മൾ തിന്നലനുസരിച്ച് നമ്മുടെ ബോഡി ഇങ്ങനെ വലുതായി നമ്മൾ സീറോ പോലെ ഒരു പൊണ്ണത്തടിച്ചൊക്കെ ആയിട്ട് മാറും. അപ്പോൾ പ്ലാന്റ്സ് ആണെങ്കിൽ പ്ലാന്റ്സിൻ്റെ ഗ്രോ ചെയ്യുന്നത് അവരുടെ സ്റ്റെമ്മിൻ്റെ ടിപ്പും റൂട്ടുമാണ്. അപ്പോൾ അവിടെ ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ആണ്. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് അല്ലെങ്കിൽ മെരിസ്റ്റമാറ്റിക് സെൽസ് കാണുന്നത് സ്റ്റെമ്മിലും റൂട്ടിലുമാണ്. അവർക്ക് റാപ്പിഡ് ഡിവിഷൻ സംഭവിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഡിവിഷൻ നടക്കുന്നത്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? സ്ട്രക്ചർ ഓഫ് എ പ്ലാന്റ് സ്റ്റെം. ഒരു പ്ലാന്റ് സ്റ്റെമ്മിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? കോളൻ കൈമ, പാരൻ കൈമ, സ്ക്ലീറൻ കൈമ. ഓക്കെ, കോളൻ കൈമ, പാരൻ കൈമ, സ്ക്ലീറൻ കൈമ, ദെൻ ഫ്ലോയം ആൻഡ് സൈലം. അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ടുഡേ വി വിൽ വൈൻഡ് അപ്പ് അവർ ക്ലാസ്. താങ്ക് യു.